എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പുരുഷന്മാർ മാത്രമല്ല, സ്വയംഭോഗത്തിൽ ആനന്ദം കണ്ടെത്തുന്ന സ്ത്രീകളുമുണ്ട്. ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. സ്വയംഭോഗം എന്നത് പലപ്പോഴും പുരുഷന്മാരുമായി ബന്ധപ്പെടുത്തിയാണ് കാണാറ്. അതെ, സ്വയംഭോഗം സ്വയം ലൈംഗിക സുഖം നേടാനുള്ള ഒരു വഴിയാണ്. എന്നാൽ ഇതിന് ആരോഗ്യപരമായ ഗുണങ്ങളും ദോഷങ്ങളുമെല്ലാം ഉണ്ട്. പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളും സ്വയംഭോഗത്തിൽ ഏർപ്പെടാറുണ്ട്. സ്ത്രീകളുടെ സ്വയംഭോഗത്തെക്കുറിച്ചുള്ള ചില വസ്തുതകൾ നമുക്കറിയാം. സ്വയംഭോഗം ചെയ്യാറുണ്ടെങ്കിലും പല സ്ത്രീകളും ഇത് തുറന്നു സമ്മതിക്കാൻ മടിക്കുന്നവരാണ്. 50% സ്ത്രീകൾ ഇത് ചെയ്യുന്നുണ്ട്. 18 വയസ്സിന് മുകളിലെ 92% പേരും സ്വയംഭോഗം ചെയ്യുന്നു എന്നാണ് കണക്ക്. അതെ, സ്വയംഭോഗം സ്ത്രീകളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുമെന്നാണ് ചിലർ പറയുന്നത്. ഈസ്ട്രജൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് ഇതിന്റെ കാരണവും. അതെ, 10ൽ 6 സ്ത്രീകളും സെക്സിനേക്കാൾ സ്വയംഭോഗം ഇഷ്ടപ്പെടുന്നവരാണ്. സെർവിക്കൽ അണുബാധകൾ തടയാൻ സ്വയംഭോഗം സഹായിക്കുന്നുണ്ടെന്നാണ് ചില പഠനങ്ങൾ കാണിക്കുന്നത്. അതെ, സ്വയംഭോഗത്തിലൂടെ പുറത്തു പോകുന്ന ലൂബ്രിക്കേഷനിലൂടെ പലതരത്തിലുള്ള അണുബാധകൾ പുറത്തു പോകുന്നുണ്ട്. അതിനാൽ തന്നെ സെർവിക്കലുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ ഇത്തരക്കാർക്ക് കുറവാണെന്ന് കണ്ടെത്തുന്നു. എന്നാൽ പതിവായി സ്വയംഭോഗം ചെയ്യുന്നത് ശരീരത്തിന് ദോഷകരവുമാണ്. മാത്രവുമല്ല, ഭാവിയിൽ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. അതുപോലെ പല സ്ത്രീകളും വൈബ്രേറ്ററുകൾ സ്വയംഭോഗത്തിനായി ഉപയോഗിക്കാറുണ്ട്. വിക്ടോറിയൻ ഡോക്ടർമാരാണ് സ്ത്രീകളിലെ ഹിസ്റ്റീരിയക്കുള്ള പരിഹാരമായി വൈബ്രേറ്ററുകൾ കണ്ടുപിടിച്ചത്. എന്നാൽ 24% സ്ത്രീകൾക്ക് മാത്രമാണ് സെക്സിലൂടെ ഓർഗാസം ലഭിക്കുന്നത്. ശേഷിക്കുന്നവർക്ക് ഇതിനുള്ള ഒരു വഴി കൂടിയാണ് സ്വയംഭോഗം. സ്വയംഭോഗം സ്ത്രീകളിൽ സ്ട്രെസ്, മാസമുറ, സമയത്തെ അസ്വസ്ഥതകൾ എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്നതായും തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പരിധിവരെ സ്ത്രീ സ്വയംഭോഗം ആരോഗ്യദായകമാണെന്നാണ് ഗവേഷകരുടെ അഭിപ്രായം. എന്നാൽ ഇന്നും അധികമാവാതെ സൂക്ഷിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു. ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഓൺ ചെയ്തു വെച്ച് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ ബൈ.